കേരളത്തിൽ പന്ത് തട്ടാൻ ലയണൽ മെസ്സി വരുമോ ഇല്ലയോ എന്നതായിരുന്നല്ലോ ചോദ്യം. കഴിഞ്ഞ വർഷം നവംബറിൽ കേരളത്തിലെ കായിക മന്ത്രി ഇക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. ലോകത്ത് തന്നെ ഒന്നാം നമ്പർ ടീമായിട്ടുള്ള അർജന്റീന മെസ്സി അടക്കമുള്ള നാഷണൽ ടീം ഇവിടെ വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അത് അർജന്റീനയാണ് നടത്തുന്നത്. അവർ 1.5 മാസത്തിനകം ഒരു കേരളത്തിൽ വരും. വരുന്ന സെപ്റ്റംബറിൽ ചൈനയിലും നവംബറിൽ അങ്കോളയിലും ഖത്തറിലുമാണ് അർജന്റീന ടീമിന്റെ സൗഹൃദ മത്സരങ്ങൾ. ഇതോടെ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെയും അർജന്റീനയുടെയും കളി സ്വന്തം നാട്ടിൽ കാണാൻ കൊതിച്ചിരുന്ന മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് നിരാശയാണ്. മന്ത്രി പറഞ്ഞ സമയത്ത് അർജന്റീന കളിക്കുന്നത് ചൈനയിലാണെന്നിരിക്കെ ഇപ്പോഴും പ്രതീക്ഷയിലാണ് വി അബ്ദുറഹ്മാൻ. ഞാനിപ്പോഴും പൂർണ്ണമായി വിശ്വസിക്കുന്നത് ഇത് യാഥാർത്ഥ്യമാവും. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ തന്നെ അർജന്റീനയുമായി കരാറൊപ്പിട്ടിട്ടുണ്ട്. അത് സർക്കാരല്ല, സർക്കാർ അതിന് ഗ്യാരണ്ടി മാത്രം. സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് പണം കൈമാറിയിട്ടില്ലെന്നാണ് കായിക വകുപ്പ് അറിയിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക മാത്രമാണ് സർക്കാർ ഉത്തരവാദിത്തം. അന്താരാഷ്ട്ര ഉടമ്പടി ആയതിനാൽ ഒട്ടേറെ അനുമതികൾ ആവശ്യമാണെന്നാണ് സ്പോൺസറുടെ വാദം. കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ പറഞ്ഞു പറ്റിച്ചതാര്? കായിക പ്രേമികൾ ചോദിക്കുകയാണ്. മെസ്സി വരാൻ പറ്റാത്തതിൽ ഒരുപാട് സങ്കടമുണ്ട്. ഇവർ മൊത്തം ജനങ്ങളെ പറ്റിച്ചോ എന്നൊരു സംശയം ഉണ്ട്. കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ചൊരു വ്യക്തി. സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, പോയത് പോയി, ഇനി വരാനുള്ളത് നോക്കാം. മെസ്സിൻ്റെ പ്രതീക്ഷയിൽ ഞാൻ കുറേ ദിവസം സ്വപ്നങ്ങൾ കണ്ടിരിക്കുകയായിരുന്നു. മെസ്സി വരും എന്ന കാര്യം. മെസ്സി വരില്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. ഇനിയും ഫുട്ബോൾ ആരാധകർ ഉത്തരം കാത്തിരിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഈ മത്സരം എന്ന് നടത്തും? ഈ ചരിത്ര സംഭവത്തിന് കേരളത്തിൽ എവിടെ വേദിയാകും? ടി എസ് ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.